അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡെയറിംഗ് ആയിട്ടുള്ള കുറച്ച് അടുത്ത ദിവസത്തേക്കിലേക്ക് എത്തി. ഡേ 2 ആയി. നമ്മൾ അതേ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അതേ ഡ്രസ്സും അതേ സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തു. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും വന്നു. നിങ്ങൾക്ക് വേണ്ടി അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു പരിപാടി അവിടെ കണ്ടു. അപ്പൊ നമുക്ക് അതിൽ തുടങ്ങാം. 10 മിനിറ്റ് കൊണ്ട് നമ്മളെ പടം വരച്ച് തരും. അത് നമ്മൾ സാധാ ആളല്ല, ബാംഗ്ലൂരിലുള്ള ഒരാളെ കൊണ്ടാണ് നമ്മൾ വരപ്പിക്കുന്നത്. നമുക്ക് നോക്കാം മലയാളി ആവാതിരുന്ന ആരും കൊടുക്കാം. നമുക്ക് അരുണിനെ വരപ്പിക്കാം. കാര്യം അവനെ ആയിരിക്കും ആരും വരയ്ക്കാത്തത്, അവൻ വരയ്ക്കണമുണ്ട്. എന്നിട്ട് അരുൺ ഇത് വരച്ച് കിട്ടുമ്പോൾ അരുൺ നമ്മളെ ഫോട്ടോ അല്ല അരുൺ വരച്ച് തരും. അത് വേണം. അതായത് നിന്നെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. നിന്നെ ആരും വരയ്ക്കുന്നില്ലെന്ന് നിനക്ക് പരാതി ഉണ്ട്. എടാ നിന്നെ വരയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളെ 4 പേരുടെ പടം നീ വരയ്ക്കും. ആക്ച്വലി അരുണിനെ ഞാൻ വരച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. ഞാനാവൂല ഉറപ്പുണ്ട്. എന്നെ വരച്ച ശ്രീകാന്തിനെ കിട്ടും. ഞാൻ തന്നെ വരയ്ക്കും. വിനുവിനെ വരയ്ക്കും. അല്ല നിന്നെ വരച്ചത്. എന്റെ ഫേസ് കാണാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ്. He's also an artist. But nobody draws his picture. It's very poor. എത്രയാണ്? 350. അങ്ങോട്ടോ? That design was made by him. And this one too. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്ന് തന്നില്ല. ഇങ്ങനെ നാറ്റിക്കണം പ്ലീസ്. റീച്ച് ആക്കിയിട്ടുണ്ട്. മലയാളിയാണോ? ബ്രോയുടെ പേരെങ്ങനെ? എവിടെ സ്ഥലം? പാലക്കാട്. വെറുതെ നമ്മളാ മുറി ഇംഗ്ലീഷ് കേട്ട് പുള്ളി മലയാളിയായിരുന്നു. അത് ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഹൗ മച്ച് ഫോർ എ പേഴ്സൺ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം ഇംഗ്ലീഷ് ഒന്ന് നന്നാക്കാന്ന് വിചാരിച്ച് സംസാരിച്ചു. ഇവിടെ വന്ന ഒരു അവസരത്തിന് വേണ്ടി ഇംഗ്ലീഷ് പറയാനുള്ള ഒരു അവസരം കിട്ടി വന്നു. അടുത്ത അവസരം ഫുള്ള് അഖിൽദാസിനാണ്. എല്ലായിടത്തും മൂർഖനെയാണല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളിനി കാണാൻ പോണ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി വരും, എന്നിട്ട് നമ്മൾ കയറും, എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകും. ആ സ്ഥലം റിവീൽ ചെയ്യണം. ആ സ്ഥലം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നമ്മൾ പോകാൻ റിവീൽ ചെയ്യാം. നമ്മൾ പോകാൻ പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കിലാണ്. അതെ. അവിടെ നമ്മൾ ഒരു ജീപ്പ് എടുത്തിട്ട് കാട്ടിലൂടെ പോകും. ജംഗിൾ സഫാരി. ഡെയറിംഗ് ആയിട്ട് അഖിൽദാസ് സിംഹത്തുമായിട്ട് ഒരു മത്സരത്തുണ്ട്. സിംഹവുമായിട്ട് നമ്മള് പുലി സിംഹവുമായിട്ട് ആടും സിംഹവും. ഈ ആടിനെ കാണിച്ചായിരിക്കും അതിനെ വശീകരിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അവിടെ വെള്ളക്കടുവുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, എല്ലാം ഉണ്ട്. ആന അല്ലല്ല, വെള്ളക്കടുവ് അവിടുത്തെ ഒരു വെള്ളക്കടുവ തിരുവനന്തപുരത്തുണ്ട്, സൂയിലുണ്ട്. ഇല്ല വെള്ളക്കടുവ് ഉണ്ട്. പക്ഷെ തിരുവനന്തപുരം സൂവില് എല്ലാത്തിനെയും കൂട്ടിലാണ് ഇട്ടേക്കണം. ഇത് അങ്ങനെയല്ല, നമ്മളാണ് നടുക്കൂടെ. എന്നാ ഞാൻ അത് കണ്ടില്ലല്ലേ. എന്തായാലും പക്ഷെ ഇവിടുത്തെ സഫാരിയാണ്. നമ്മളാണ് മറ്റേ എൻക്ലോസ്ഡ് വണ്ടിയിൽ പോകുന്നത്. അവര് ഫ്രീ ആയിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയിൽ നടക്കുന്നു. പിന്നെ സൂ ഉണ്ട്. ദാസൻ ഡെയറിംഗ് ആയിട്ട് ഇറങ്ങാന്നാണ് പറഞ്ഞത്. അതിന്റെ നടുക്ക് വെച്ചിട്ട് ഇറക്കി വിടണമെന്ന് പറയുമ്പോൾ ദാസ ഇറങ്ങി ഇങ്ങനെ മറ്റേ കടുവയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ഇറക്കി വിടൂല. പക്ഷെ അവിടുത്തെ കമ്മിറ്റിക്കാർ സമ്മതിക്കുന്നില്ല. ഗൈസ് എന്ത് ചെയ്യാൻ, എന്തോ ഡെയറിംഗ് പോയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ പടം റെഡി ആയിട്ടുണ്ട്. നമ്മളും കണ്ടിട്ടില്ല. സർപ്രൈസ് ആരും കണ്ടിട്ടില്ല. അല്ല നീ അവസാനം കൊള്ളാല്ലേ. കുറച്ചുകൂടി ലുക്ക് ഉണ്ട് നിനക്ക്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബനാർഘട്ടയിലുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രിപ്പ് മോഡി. ഞാനിങ്ങനെ വിൻഡോയിൽ നോക്കി ബാംഗ്ലൂരിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ഞാൻ ഫ്രണ്ടിൽ വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണാം. എന്ത് പറ്റി? നമ്മളെ ഒരു റാപ്പിഡോ തേച്ചു. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ബയോളജിക്കൽ പാർക്കിൽ കൊണ്ട് ഇറക്കി. ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങായിരുന്നു. ഇവര് പറഞ്ഞ് ഇറങ്ങാന്ന്. ഞാൻ ഇറങ്ങിയപ്പോ ഇവിടെ ബനാർഘട്ടേന്ന് കണ്ട അപ്പൊ തന്നെ ഇറങ്ങി. ഇനി നമ്മള് ചോദിക്കാൻ പോകണം, ഇവിടെ ബനാർഘട്ട സഫാരി ഉണ്ടെന്നും കാണിക്കുന്നു. അപ്പൊ അയാൾ തേച്ചതായിരിക്കൂല. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ വല്ലാണ്ട് മാറിയിട്ടുണ്ട് ബനാർഘട്ട. 20 വർഷം മുന്നേ വന്നതല്ലേ, സ്വാഭാവികമായിട്ടും മാറും. ഗൈസ്, ഇവിടെ തന്നെയായിരുന്നു സംഭവം. നമ്മൾ വെറുതെ ഡ്രൈവറിനെ ചീത്ത വിളിച്ച് 1850 രൂപ നമ്മൾ 5 പേർക്ക്. അല്ല, പിന്നെ ടെക്നോളജിയുടെ ഒരു വളർച്ച. 3 മണിക്ക് റിപ്പോർട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ അവർ കയറ്റൂല.
2:45 ഗൈസ് സഫാരിയിലേക്ക് എത്തുന്നു. ഇങ്ങോട്ടാണ് ദാസൻ ചേട്ടൻ നമ്മള് അങ്ങോട്ടായിരുന്നു. കുറെ സ്റ്റെയർ ഉണ്ടെന്ന് അവൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒറ്റ സ്റ്റെയർ പോലും ഇവിടെ കണ്ടില്ല. 2 adults 1 window seat. 5 adults ഉണ്ടെങ്കിൽ അതിന് 2 വിൻഡോ സീറ്റേ കിട്ടുള്ളൂ. ഒരു ക്യാമറമാനും വിൻഡോ സീറ്റ്. അതെ അതെ. അത് നീ എടുത്തോ. പിന്നെ കഴിഞ്ഞോണം ഒന്നുകൊണ്ട് ചേട്ടനും ഇല്ല. ബാക്കി നിങ്ങൾ അടി ഉണ്ടാക്കിയോ, നിങ്ങൾ അടിച്ച് തീരുമാനിച്ചോ. നമുക്ക് ഗെയിം കളിച്ച് തീരുമാനിക്കാം. നമുക്ക് മറ്റേ ഹരികൃഷ്ണൻസ് ഇടും പോലെ ഇതിട്ടാലോ. മിക്കവാറും നമ്മൾ മാത്രമേ ഈ ബസ്സിൽ കാണുന്നുണ്ട്. ഇതിലൊക്കെ ഇരിക്കുക. ഓ ഇതാണ് ബസ് കേട്ടോ. ഇത് മറ്റേ സമരത്തിന് പോകുമ്പം കല്ലറി കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നമ്മള് ബാക്ക് ബെഞ്ചേഴ്സ് ആയി. സ്പെഷ്യൽ സീറ്റ് നമുക്ക് 5 പേർ കറക്റ്റ്. നമ്മൾ ടൂറിന് പോകുമ്പോൾ വ്യൂ ഒന്നും നോക്കല്ല. ഇല്ലല്ല നമുക്ക് ഇത്രയും വലിയ വിൻഡോ അതാണ് ഏറ്റവും വലിയ വ്യൂ നമുക്കാണ് ഇവിടെ. പണ്ട് ഞാൻ വന്ന ടൈമില്ലേ ഈ ഒരു സാധനം തുറന്നു കിടക്കായിരുന്നു. ഈ ഒരു ബോക്സ് ഇല്ലേ, ഗ്രില്ലില്ലായിരുന്നു. അതിൽ കൂടെ ഈ സാധനം ഓപ്പൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ കൂടെ കൈയിടുന്നായിരുന്നു ദാസന്റെ വിനോദം അല്ലേ? എന്റെ ഒഴിവ് സമയത്തിൽ അങ്ങനെ കൈയിട്ടുണ്ട്. കോയിൻ ഇട്ട് കൊടുക്കുമായിരുന്നു. സിംഹം വരുമ്പോ അവ ഇങ്ങനെ കൈയിട്ടിട്ട് മാറ്റുക. അയ്യെ പറ്റി വണ്ടി എടുത്ത് അരമണിക്കൂറത്തെ പരിപാടിയാണ്. എല്ലാം നിങ്ങൾ കണ്ടു നോക്കണം. ശ്രദ്ധിച്ച് കാണണേ. എല്ലാവരും കാണണേ. എക്സ്ക്ലൂസീവ് ആണ്. ഭയങ്കര വില കൊടുത്താണ് ഇത് കാണുന്ന ആൾക്കാർ. നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എത്തിക്കുകയാണ്. ഗൈസ് നമുക്കും ഇതേപോലെ പോകണമെന്നുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സേഫ്റ്റി അത്രയും അഡ്വഞ്ചറസ് ആണ് നമ്മൾ. പക്ഷെ അവര് കൊണ്ടുപോലെന്ന് പറഞ്ഞു. അവർ അംഗീകരിച്ചില്ല. അത് ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. സിംഹത്തിന്റെ ബാക്കി എടുക്കാം. ഇത് പുലി പിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞാണ് 5 കയറിയിട്ടുണ്ടാവും. പാവം വെച്ചിട്ട് ഒരു മെഡിക്കലിന്റെ ആവശ്യമുണ്ട്. അവരങ്ങോട്ട് പോയടാ. അവര് ഇങ്ങോട്ട് ഇവിടെ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. എവിടെ എവിടെ കല്ലാണ്. എവിടെ ഇത് മുതലാണ് ഗൈസ്. ഈ കാണുന്ന സാധനം എവിടെ വായും തുറന്ന് കിടക്കുകയാണ്. എന്താന്ന് ഇല്ലെങ്കിൽ വണ്ടി പോയില്ല. സൗണ്ടിന്റെ ഇത് വെച്ചിട്ടാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നത്. സൈലന്റ് ആയി. യെസ് വണ്ടി എടുത്ത് അപ്പോഴാണ് സൈലൻസിന്റെ ആ എനർജി കൈനറ്റിക് എനർജി ആയത്. ഇവിടെ പെട്രോൾ അടിക്കാറില്ല, സൈലൻസ് ആണ് അടിക്കാറ്. പണ്ട് സ്കൂളിൽ ടൂർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പറയൂലേ ഇരുന്ന് അവിടുന്ന് എണീറ്റിട്ടില്ല. പറഞ്ഞപ്പോ ക്യാച്ചടക്കം ഉള്ള ഒരു അഖിൽദാസിനത് ട്രോമ ആയിരുന്നു. പേരൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ ഈ വണ്ടി ഒരു സുഖമില്ല ഗൈസ്. ഒരു വ്യൂ ഇല്ല. ഒരു കാണാമോ എനിക്ക് അറിഞ്ഞൂടാ. മ്ലാവാണോ മാൻ? മ്ലാവും ഉണ്ട്, മാനും ഉണ്ട്. ഗൈസ് ദാ ഇവിടെ ഒരു സാധനം വന്നിരിക്കുന്നു. അത് പക്ഷെ അനങ്ങണില്ലല്ലോ. ആക്ച്വലി ഗൈഡ് പറഞ്ഞു തരണ്ടല്ലേ ഇത് എന്ത് സാധനമാണെന്നൊക്കെ. അങ്ങനെയൊക്കെ സംസാരം ഉണ്ടാക്കാനുള്ള അതറിയാം. ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കും. ഇവിടെ ഇറങ്ങിയിട്ട് ഫുൾ നെഗറ്റീവ്. ട്രോമയായി. ഞാനും ട്രോമ. സ്കൂളിലെ ഫീൽ കിട്ടി, സ്കൂളിലെ ബെഞ്ചിന്റെ ഫീൽ കിട്ടി. നമ്മൾ ഒച്ച വെച്ച മൃഗങ്ങൾ ഓടിക്കളയും. ഫസ്റ്റ് പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ. ഇങ്ങനെ പുള്ളിയുടെ ഷൗട്ടിങ്ങിലാണ് മൃഗങ്ങൾ ഓടിയത്. ഗൈസ് ആന മെയ്യുന്നു. ഇതാണ്ട് മുകളിൽ കൂടെ പുല്ലൊക്കെ വാരിയിട്ടേക്കുന്നു. ഇത് പക്ഷെ ചങ്ങല ഇട്ട് നിർത്തിയേക്കാണ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ സഫാരി. ഇതിവിടെ പ്രദർശിപ്പിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന പോലെ ഉണ്ട്. അതെ ചങ്ങല ഇതാണോ നിങ്ങളുടെ സഫാരി? ഫ്രീഡം ഫൈറ്റർ. ഇത് ചങ്ങല മണിയൊക്കെ ഇട്ട് മറ്റേ പൂരപ്പറമ്പ് നിർത്തിയേക്കുന്നതാണ് കൊണ്ട്. അതുകൊണ്ട് അവിടെ 2-3 പേര് നാണ്ട് ഇവിടെ ആൾക്കാർ പാപ്പാമാരൊക്കെ നിൽക്കണം. ആനകളുടെ കൂടെ അത് ഇതാണെന്ന് തോന്നുന്നു, എക്സ്ട്രാ ബോണസ് എന്ന് തോന്നുന്നു. ബെനാർക്കട്ടെ എന്തോ തേങ്ങയുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്ത് സിംഹം. ഗൈസ് ഇവിടെ ഇനി അങ്ങോട്ട് സിംഹത്തിന്റെ ഏരിയ ആണെന്നാണ് പറഞ്ഞത്. 2 ഗേറ്റ് തുറക്കും, ജുറാസിക് പാർക്ക് കണക്ക്.
ഓ ഇവിടെ ഗേറ്റ് അടഞ്ഞ്. ഇനിയാണ് റിയൽ ബനാർക്കട്ടങ്ങൾ കാണാൻ പോകുന്നത്. ഇനി സിംഹങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഈ വേർഡ്സ് മാർക്ക് ചെയ്യുക. ഇനി ഏത് നിമിഷവും സിംഹത്തിനെ കാണാൻ. അതെ, ഏത് നിമിഷം കണ്ണുകളും ക്യാമറകളും കൂർപ്പിച്ചിരിക്കുക. നോയ്യോ സൈഡിലൊക്കെ നോയ്യോ, എവിടെയും കാണും. ഘോരവനം. ഓരോന്നും എങ്ങനെയാണ് ഇരിക്കണം? നല്ല ഗ്യാപ്പ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് അവിടെ കൊണ്ടുവെക്കുമ്പോ ഗ്യാപ്പ് ആവില്ല. ഓ അതാണ്ട് അതിനെ തിന്നാൻ വേണ്ടിട്ട് മാനിനെ കെട്ടുകൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പിഞ്ച് ഇറച്ചി കോഴി ഇറച്ചി കോഴി ഇറച്ചിയാകുമ്പോ ഇവിടെ കരടി ഉണ്ട് ഗൈസ്. കരടി ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. എവിടെ? ആ പക്ഷെ കാണാൻ വയ്യ ഇതില്. ആണ്ട് ഇത് കരടിയാണ് ഗൈസ്. കരടിക്ക് താണ്ട് ഇവിടെ അപ്പാർട്ട്മെന്റുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കരടി താണ്ട ഇങ്ങോട്ട് നോക്കൂ. വരൂ. ഗൈസ് അടുത്ത ഗേറ്റ് ഒറിജിനൽ ബനാർക്കട്ട അല്ലേ? പാർട്ട് 2 ഒറിജിനൽ ബനാർക്കട്ട പാർട്ട് 2. ഓരോ റിസ്ക് ആണ്. റിസ്ക് കുറവാണ്. അത് സിംഹത്തിന് റൈഡ് പോകാനായിരിക്കും. വീണ്ടും ഗേറ്റ്. ഇത് എത്ര ഗേറ്റ്? ഇത് ഇവിടെ ഗേറ്റ് മാത്രമേ ഉള്ള. ഒറിജിനൽ ബനാർക്കട്ട പാർട്ട് 3. പാർട്ട് 2 വലിയ കണ്ടന്റ് ഇല്ലായിരുന്നു. ഇവിടെ ഇച്ചിരി കടുപ്പായിരിക്കും. ഇവിടെ നീ പറഞ്ഞ വലിയ ഇവിടെ താണ്ട കാടാണ് ഗൈസ്. പുല്ലൊക്കെ ഉള്ള കാടാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും സിംഹമൊക്കെ കാണും. സിംഹം, പുലി, കടുവ തുടങ്ങിയവർ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെയും കൂട്ടില്ലല്ലേ ഇട്ടേക്കണ. കുട്ടാണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഓ അവിടെ ഒരെണ്ണമുണ്ട്. ഇത് മറ്റേ സൂ കണക്ക് തന്നെ. ഇത് നമ്മളെ പറ്റിക്കുന്ന പരിപാടി. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാവുന്നേ ഉള്ളൂ. വലിയ സ്ത്രീ പുലി ഉണ്ടോ? ഇത്രയും പുലിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഫ്രീ ആയിട്ട് നടക്കണ സാധനത്തിനാണ് ഉദ്ദേശിച്ചത്. ഉത്തരാഖണ്ഡിൽ മാത്രമേ ഉള്ളൂ. വീണ്ടും ഗേറ്റ്. പാർട്ട് 4 5 കണ്ടാ അടുത്ത ഗേറ്റ് ഒക്കെ ഒരു കുറവുമില്ല. മൃഗങ്ങളെക്കാട്ടിയും കൂടുതൽ ഇവിടെ ഗേറ്റാണ്. ഗേറ്റാണ്. ഇനിയും ഗേറ്റാ. ഷൂ ആണെന്ന്. നീ ഇവിടെ വന്നിട്ടുള്ളേ. പക്ഷെ പണ്ട് ഇങ്ങനെ പണ്ട് ഇത്രയും ഗേറ്റ് ഇല്ലായിരുന്നു. എവനെ സൂയിലാണ്ടാ കൊണ്ടുപോയെ. ശ്രീകാന്തിന്റെ സൈഡിൽ ഒരെണ്ണം വന്ന അവസാനം. സിംഹം. ഓ ലയൺ. ഒരു സിംഹം. അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല തടി കിട്ടി. വീണ്ടും വീഡിയോ എടുക്കുമ്പോൾ ശ്രീകാന്ത് വീഡിയോ എടുക്കുമ്പോൾ തടി കിട്ടി. നല്ല അക്കേഷ്യ മരം നല്ല കൊത്ത അക്കേഷ്യ മരം. ഫോക്കസ് ചെയ്യാം. ഈ കൂട്ടിനകത്തൊക്കെ സിംഹങ്ങളുണ്ട്. നേരെ കാണാൻ ഒരു സിംഹം കിടപ്പുണ്ട്. അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ സൈഡിലുണ്ടായിരുന്നു. അത് പുറത്ത് തന്നെയായിരുന്നു. അവിടെ അല്ലേ, അപ്പുറത്തെ സൈഡ് ഗൈസ്. സിംഹം കടിച്ചേനെ. ഗേറ്റ് നമ്പർ എത്രയോ അത് കാണാൻ വേണ്ടി എല്ലാരും എണീച്ചു. അപ്പൊ എന്തോ ഉണ്ട് ഇവിടെ. ആന്റി സൈലൻസ് പറഞ്ഞു നമ്മുടെ അടുത്ത്. ഗൈസ് എന്തോ ഉണ്ട് ഇവിടെ. എല്ലാരും ഒരു സൈഡിലോട്ട് പോകും. കടുവ 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 ഗൈസ് കടുവ 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 നമ്മുടെ തൊട്ടടുത്ത് കടുവ തൊട്ടടുത്ത് കടുവ തൊട്ടടുത്ത് കടുവ. ഓ സൂപ്പർ കേട്ടോ. കിട്ടില്ല സൈസ്. വാവ്. നമ്മളെ കടിക്കാനാണ്ടാ പറഞ്ഞത്. പുറത്തായിരുന്നെങ്കിൽ എന്നെ കടിച്ചാൽ. ഹായ് സ്നാക്സ് എന്ന്. ഹായ് ഫാറ്റി സ്നാക്സ്. അത് കൊള്ളാം അല്ലേ? This was both. ഓ വെള്ളക്കടുവ വെള്ളക്കടുവ.
നമ്മൾ പറഞ്ഞ വെള്ളക്കടവ് ഗൈസ്, നമ്മൾ പറഞ്ഞ വെള്ളക്കടവ് ഇവിടെ ഉണ്ട്. വെള്ളക്കടവ് 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 നമ്മുടെ കൂടെ കടുവ വരുന്നു. കടുവയാണ് ഇന്നത്തെ ഡേ നമ്മൾ സേവ് ചെയ്തത്. അതെ, ഇല്ലെങ്കിൽ ദാസൻ ചേട്ടൻ ഇന്ന് നമ്മളെ ചീത്ത വിളി കേട്ടേനെ. നീയല്ലേ പറഞ്ഞ ബനാർക്കട്ടെ കൊള്ളാം, പിന്താങ്ങി നീയല്ലേ. ഈ ചേച്ചി നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് നമ്മളെല്ലാം കാണിച്ചു. പുള്ളിക്കാരനെക്കാട്ടി ഉത്തരവാദിത്വമായിരുന്നു. അതെ അതെ, ഒരു ഗൈഡിനെ പോലെ നമ്മൾ അവിടെ നോക്ക്, ഇവിടെ നോക്ക്. അല്ല, അതെന്ന് പറയുമ്പോ ആ കടുവ അടുത്ത് കളയായിരിക്കും. കടുവയ്ക്ക് നമ്മളെ കണ്ടതിൽ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഒരു സ്നാക്സിന് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു സന്തോഷം. അടുത്തുവരെ വന്നു, നമ്മൾ അടുത്തുവരെ ഈ കടയിലൊക്കെ നാരങ്ങ വിട്ടായിരിക്കും പണ്ട് മതി വരില്ല. ചിലപ്പോൾ നമ്മളുമായിട്ട് ബോണ്ടിങ് ആയി കാണും. ഓൾഡ് ബോയ്സിന്റെ സ്വന്തമായ ഒരു കടുവ. സബ്സ്ക്രൈബർ ആയിരിക്കും. വി ആർ പോലീസ്. നിങ്ങൾ ബാംഗ്ലൂർ അടുത്താണെങ്കിൽ ഒരു ദിവസമല്ലേ, ഫ്രീ ആണെങ്കിൽ മണ്ണാർക്കട്ടെ വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് വരണമെന്ന് പറയില്ല, കുറച്ചുകൂടെ രാവിലെ വരും. അതായിരിക്കും പക്ഷേ കൂട്ടിലായിപ്പോയി. ഫുഡാവാം. കുറെ പേര് കൂട്ടിലായിരുന്നു. പണ്ട് തുറന്നു കണ്ടിരുന്ന ദാസം പറയാം. പക്ഷെ ആനയാണ് ഇങ്ങനെ ചങ്ങലൊക്കെ ഇടുന്നതിനോട് എതിർപ്പ്. അങ്ങനെ വളർത്താൻ പറ്റുള്ളൂ. കുട്ടികളെ ഇനി ചങ്ങലക്കിടും. ഗൈസ്, അപ്പൊ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു. കഴിഞ്ഞു. അവസാനിച്ചു തുടങ്ങി, അവിടെ തന്നെ തിരിച്ചെത്തി. ടൈഗർ ആകെയാണ്. താങ്ക്സ് പറയേണ്ടത് ചേച്ചിയാണ് നമ്മളെ കുറെ കാണിച്ചത്. താങ്ക് യു. ധന്യവാദം. ഓക്കെ, അങ്ങനെ സഫാരി കഴിഞ്ഞു. ഇനി നമ്മൾ അതിലൊതുക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും നമ്മൾ വർണ്ണ വിസ്മയങ്ങൾ വാരി വാരി വിതറും. നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് സൂ ആണ്. ഇനി നിങ്ങളെ നേരിട്ട് അടുത്ത് തന്നെ കാണിച്ചു. ജൂ എത്ര രൂപ? 120 each. പക്ഷെ അവിടെ കുറവാണ്, 30 രൂപ കണ്ട്. ചിലപ്പോ കുറച്ചുകൂടെ വലുതായിരിക്കും. ഇത് വഴിയാണ് സൂവിന്റെ എൻട്രി. നേരത്തെ നമ്മൾ അതുവഴിയാണ് പോയത്. ഇവരിപ്പോ ചിമ്പാൻസി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് നടക്കാൻ വയ്യാത്തോണ്ട് വീണ്ടും വണ്ടി എടുക്കാൻ. നിങ്ങൾക്കൊരു പുത്തൻ കാഴ്ച അനുഭവം. ബഗ്ഗിയിൽ പോയി വീഡിയോ എടുക്കണം. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടോ? ബഗ്ഗിൽ പോയിട്ടുണ്ടോ? ഉല്ലാസിനൊന്നും എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. പബ്ജിയിൽ പോലും ഈ ബഗ്ഗി ഇല്ല. അതെവിടെ പറയാൻ വായിൽ വന്നപ്പോ പബ്ജിയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് എടുക്കാണ്. ഞാൻ ഓക്കെ ആയിരുന്നു നടക്കാൻ. ബാഗും കൊണ്ടാണ് ശ്രീകാന്ത്. ഇത് മയക്കൂട്ടിയൊക്കെയുള്ള എല്ലാ കിറ്റും ഉണ്ട് ഇതിനകത്ത്. എന്തെങ്കിലും അക്രമം സക്രമാവുകയാണെങ്കിൽ നടന്ന് കാണുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഇനി 5 പേര് വേണം അല്ലേ? വണ്ടി വന്നു. നമുക്ക് ഗീവ് കൊടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇപ്പൊ പാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 എറിഞ്ഞ് കടുപ്പം തന്നെ ചാനലൊക്കെ വളർന്നു കഴിഞ്ഞാൽ 2 ദിവസം കുട്ടിച്ചോറാകും കേട്ടോ. എടുക്കാല്ലേ അഞ്ചെണ്ണം 5 ടിക്കറ്റ് എടുക്കാം. വെയിറ്റ് ചെയ്യാം. 5 പേര് അവരോട് 5 പേരും കൂടെ വന്നിട്ട് നമുക്ക് എടുക്കാം. അല്ല, ഇനി പറഞ്ഞാൽ 10 പേര് ഒന്നും ഒറ്റയടിക്ക് എടുത്തിട്ട് ഈ വണ്ടി പോകും. അപ്പൊ വീണ്ടും നമ്മൾ അപ്പോഴും നമ്മൾ വീട്ടിൽ പിന്നെ നടക്കണം. നടക്കാം. ഉഷാറ്. ഇവിടെ മാപ്പ് ഉണ്ടോ? ഇതിന്റെ മാപ്പ് നോക്ക്, എത്ര കിലോമീറ്റർ നോക്ക്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ മാപ്പ്. എല്ലാം ഉണ്ട്. ഇവിടുത്തെ മെനു ഇതാണ്. കൊറേ കറങ്ങാനുണ്ട്. വിസ്മയമായിരിക്കും. ബ്ലാക്ക് ബെയർ ഉണ്ട്. ഓസ്ട്രിച്ചിനെ നമ്മൾ അന്ന് പോയി കണ്ടതല്ലേ. മുട്ട കെട്ടൂല അവിടെ നിന്ന്. നമുക്ക് സ്നേക്ക് പാർക്ക് ഉണ്ട്. ഹിമാലയൻ ബ്ലാക്ക് ബിയർ ഉണ്ട്. നമ്മൾ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹൈനൊക്കെ ഉണ്ട് അവിടെ. ആ സ്ട്രിപ്ഡ് ഹൈനേക്ക് ഉണ്ടോ? ഇല്ല. ജാക്കലില്ല. അല്ലല്ല, 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം കുറുനരി, ഒരെണ്ണം ഊളം പറ്റിയ സാധനം. നമ്മുടെ അവിടെ ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ജിറാഫ് മാത്രമേ ഉള്ളൂ. വൈൽഡ് ഡോഗ് ഇല്ല. വൈൽഡ് ഡോഗ് ഇല്ല. ഹിമാലയൻ ബ്ലാക്ക് ബെയർ ഇല്ല. ഇന്ത്യൻ ഗ്രേ വുൾഫ് ഇല്ല. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉള്ളത് തന്നെ, അവിടെ ഉള്ളത് തന്നെ. തന്നെയല്ലേ? അപ്പൊ എല്ലാം ഉണ്ട്. ഹോട്ട് വാട്ടർ ഇല്ല. നിങ്ങൾ വന്നാ നമുക്ക് പോയി കാണായിരുന്നു. നടക്ക്. പിന്നെ വായിക്കാൻ പറ്റാത്ത കുറച്ച് പേരുകളായിപ്പോയി. ഓക്കെ ഗൈസ്, നമുക്കിനി ബാക്കി സാധനങ്ങൾ ഓടിക്കാണാം. തിരുവനന്തപുരം സൂവിൽ നല്ല തിരക്കാണ് അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ റോങ് ടേൺ ആണെന്ന് തോന്നുന്നു. ഒറിജിനൽ കാട്ടി പോകുന്നതാണ് തോന്നുന്നത്. കുറച്ചുകൂടെ കൺജസ്റ്റഡ് അല്ലേ? പക്ഷെ തിരക്കുണ്ട്. ഇതുണ്ടെന്ന് തോന്നുന്നു. ഒരാളും ബഹളമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒഴിഞ്ഞ നമ്മുടെ മറ്റേതോ റോഡ് കണക്ക് ഫീൽ അല്ലേ? ഒരു ഫീൽ തോന്നല്ല. ഇവിടം തൊട്ടാണ് സൂ തുടങ്ങണെന്ന് തോന്നുന്നു. നമ്മളവിടെയൊക്കെ ടൈഗർ ലാസ്റ്റ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ആണ്. കടുവ ഇതിനെ നല്ല ആക്റ്റീവ് അല്ലേ? ഇതിന്റെ ശബ്ദമാണത്. കണ്ട് തീർന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട് വിനു. യവനാണ്. പുള്ളിയാണ് നോക്കണം.
ഈ കൂട്ടത്തിൽ ഇത്തിരി നല്ല ഫ്ലഷ് ഇങ്ങനെയാണ് ഇവരുടെ caretaker. പുള്ളി തന്നെ മുഖത്ത് നോക്കണുണ്ടോ? പുള്ളിയുടെ മുഖത്ത് തന്നെ നോക്കണുണ്ടോ? ബി പോസിറ്റീവ് ആണ്. ടെൻഷനില്ല എനിക്ക്. ഓ നെഗറ്റീവിനാണ് ഡിമാൻഡ്. നീലി പറയാ പേടിയൊന്നുമില്ല, ഇങ്ങനെ മിന്നല് പോലെ എന്തോ ഇതുവരെ വന്നു ചെറങ്ങി, അപ്പോഴാണ് നീ പേടിച്ചത്. നോക്കിയാ പുള്ളി അങ്ങനെ നോക്കി. നേരത്തെ കുറച്ചു മുമ്പ് നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്നു, അതുകൊണ്ട് പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു. കഥകൾ പറയാൻ ഇങ്ങനത്തെ അങ്ങനെ കടുവയെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇവിടെ എന്താണുള്ളത്? ഇവിടെ കരടി. ഏഷ്യൻ ബ്ലാക്ക് ബിയർ ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഫുഡ് കൊടുക്കുന്നത്, ഡയറ്റ് കൊടുക്കുന്നത് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, വാട്ടർമെലൺ, ഗുവ, ബനാന, ഷുഗർ കെയിൻ, അപ്പൊ ഇത് നോൺ വെജ് അല്ലേ? ഹണി. അത് രണ്ടും തിന്നും. ഒമ്നിയോറ, ടെർമൈറ്റ്സ്, സ്മോൾ മാമൽസ്, എക്സാ കഴിക്കണ്ട. അല്ല ഇതിന് അങ്ങനെയൊന്നും ഇല്ലേ, നാച്ചുറൽ. ഇത് ഫുള്ള് നോൺ വെജ് ആണ്. വെജ്. എനിക്ക് ഇവിടെ മൃഗങ്ങൾക്ക് നല്ല ശാന്തി സമാധാനമാണ് തോന്നുന്നു. കുഞ്ഞൊന്നും കൂടെ ഉണ്ട്. കുഞ്ഞുണ്ട് കൂട്ടിനകത്ത്. എടാ, അതിന് കിടക്കാനുള്ള അതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബെഡ് അതാ കിടക്കാനുള്ള. ഇനി ഇതിന്റെ ബാക്കിൽ കൂടെയാണ് നമ്മളെ മറ്റേ സഫാരിക്ക് കൊണ്ടുപോയത്. അങ്ങനെ അങ്ങനെ പറഞ്ഞ നമ്മളല്ലേ ഒരുപാട് പൊട്ടനാക്കാതെടാ. അല്ല, ഇത് കണക്കത്തെ ബിൽഡിംഗ് അവിടെയും കണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അടുത്ത ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെയാണുള്ളത്. ഇത് കാട്ടുനായ പട്ടിയെ പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ പട്ടിയെ പോലെ കറക്റ്റ് പട്ടിയെ പോലെ അല്ല, ഒരു ചെന്നായയുടെ ലുക്ക് ഉണ്ടല്ലേ. ചെന്നായിക്ക് പിന്നെ ചെന്നായിക്ക് ലുക്ക് ഇല്ലാതെ അല്ല ഇത് കാട്ടുപട്ടിയാണ്. നേരത്തെ പറഞ്ഞ കേട്ടില്ലല്ലേ? പോട്ടെ, സാരല്ല കേൾക്കാത്ത പോലെ അത് കൂട് തുറന്നില്ല കേട്ടോ. കാണുന്നുണ്ട് കൂട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഹൈന ഹൈന ഉറക്കം കേട്ടോ. ഹൈന ഒരെണ്ണേ ഉള്ളൂ. ഓ, ഇതല്ലേ നമ്മളെ മറ്റേ ലിയോയിൽ വരുന്നത്. ലിയോയിലെ പേരെന്തോന്ന്? സുബ്രഹ്മണി. ഇത് സാധാരണ അല്ല, ഇത് സ്ട്രൈപ്ഡ് ആണ് കണ്ടോ. മറ്റേ ഇത്രയും സ്ട്രൈപ്സ് ഇല്ല. ഇവിടെ ഗോൾഡൻ ജാക്കല്ല കുറുക്കൻ. അവിടെ അവര് കൂട്ടിൽ കയറാനുള്ള പരിപാടിയാണ്. അത് കൂട്ടി കയറാൻ സമയമായിരുന്നു. കൂട് തുറക്കണമെന്ന് കാത്തിരിക്കണോണ്ടോ. 5 മണിയാറാകുമ്പോ അവരും കൂട്ടി കയറും. ഇത് എന്തിനു തെറ്റോണ്ട് പോകുന്നു? ഇറച്ചി കൊണ്ടുപോകണം. ഇറച്ചി കടിച്ചോണ്ട് പോകണം. ഇതൊരു പട്ടിയുടെ ഒരു ഇതുണ്ടല്ലേ. ഇതാ ചെന്നായ കൊടുക്കാൻ വന്നിട്ടുണ്ട്. എല്ലാരും എത്തി നോക്കണം. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഹസ്കിയാണോ? കൊള്ളാല്ലേ? ഇതില് അതൊരു ഹസ്കിയാണ് അസം വിളിക്കുന്നത്. അടുത്തുനിന്ന് ചെന്ന് കൊടുത്താൽ ഒരു ഹസ്കി പോലെ തന്നെ കേട്ടോ. പുള്ളിയാണ് അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കണ്ടോണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര ഹൈറാർക്കി നിയമങ്ങളൊക്കെ ഉള്ള ഒരു ജീവി കൂടിയാണ്. കൂട്ടത്തിലുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ടാണ് ഇവര് പിടിച്ചിട്ടിട്ടേക്കണല്ലേ. ഇവിടെ ഇട്ട പ്രൊട്ടക്ഷൻ അല്ലേ? ഇവിടെ ഇട്ടോണ്ടവർ ഇത്ര സർവൈവ് ഡെയിലി നല്ല പ്രോട്ടീൻ ഫുഡാണ്. റോഡൻസ്, റാബിറ്റ്സ്, മംഗൂസ്, സ്മോൾ ബേർഡ്സ് ആൻഡ് ദേർ. വളരെ മൃഗീയമായിട്ടാണ് കഴിക്കുന്നത്. റാറ്റ്സ് വലിയ പാടില്ലല്ലോ കിട്ടാൻ. ഇത് കൊള്ളാം, കാണാൻ രസം. വരൂ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ കാണിച്ചു തരുന്നു ഹിപ്പോപ്പൊട്ടാമസ്. അത് സാധകം ചെയ്യാണ്. മുങ്ങി കിടക്കുക. ഇല്ലാസിന്റെ അടുത്ത് ഒരു കിസ് ചോദിക്കാം. ഇതിന് എന്തെന്ന് ആൻസിസ്റ്റേഴ്സ് എന്താണ്? ഇതിന്റെ ആൻസിസ്റ്റേഴ്സ് എന്തിനാണെന്ന്. ഇതിന്റെ പൂർവികർ എന്തായിരുന്നു? ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ അവൻ ചോദിക്കില്ലല്ലോ. പറ. ഇത് കടൽ ആനയുടെ പൂർവികരാണ്. അല്ല പിന്നെ അറിയാവുന്നവർ കമന്റ് കരുവോ. അഖിൽദാസ് പൊട്ടത്തിലാണോ പറയണെന്ന് അറിഞ്ഞിട്ടോ, അതുകൊണ്ട് വിശ്വസിക്കണം. തിമിംഗലത്തിന്റെ ഇതാണ് തന്നെ ആണ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയില്ല. അത് മോളിൽ വന്ന് മൂക്കിൽ ശ്വാസം എടുത്തിട്ട് പോയി. നിന്റെ കൈ വെച്ചോണ്ടല്ലോ അതെന്തോ ചെയ്യണട്ടോ, എന്തോ ചവയ്ക്കണുണ്ടോ അടിയിൽ. പായലം കഴിക്കില്ല കൂടെ ആയിരിക്കും. പായലഴിച്ചൂടി. അതിന്റെ ഫുഡ് എന്തെന്ന് നോക്കി അതില്. അതിന് സ്വീറ്റ് പൊട്ടറ്റോ, റൈസ് ബ്രാൻ, ഗ്രൗണ്ട് നട്ട് കേക്ക്, മിക്സഡ് ഗ്രാംസ്, വെജ് ആണല്ലേ. സോൾട്ട്, വെജ് ആണെങ്കിലും ഭയങ്കര അഗ്രസീവ് ആണ്. ഇതിന്റെ ബാക്കി നിന്നാ മതി. പ്രൊപ്പല്ലർ പോലെ അടിച്ച് തെറിപ്പിക്കും. അടുത്ത് നിന്ന ടേസ്റ്റില്ല. എന്നിട്ട് ഏരിയ മാർക്ക് കിടന്ന് ഇത് നമ്മളെ വെൽക്കം ചെയ്താണ്. അത് ഇല്ല നമ്മളെ വെൽക്കം ചെയ്താണ് കേട്ടോ. ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണായിരിക്കും ചിലപ്പോ. ഇത് മറ്റേ ബെല്ലി റബ്ബിന് വേണ്ടിട്ട് ഇങ്ങനെ കിടന്നു ബെല്ലി റബ്ബ് ചെയ്താൽ ഇത് താഴോട്ട് പോകൂല. ഇത് ഫ്ലോട്ട് കിടക്കുകയാണ് ഇപ്പം.
അല്ല ഇത് ആ ചെവിട്ടിൽ ഇത് മുങ്ങി പോകില്ല അങ്ങനെ എന്തോ. ലൈഫ് അല്ലേ. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു ഏഷ്യൻ എലിഫന്റ്. ഇവരിതാ തലയിൽ കിരീടങ്ങളൊക്കെ പുല്ല് വെച്ചിട്ടാണ് നിൽക്കണം. അതെടുത്ത് എറിഞ്ഞതായിരിക്കും. അത് വലിയ പ്രായമില്ലാത്ത ആനയുടെ ഫൈറ്റാണ് കാണാൻ പോകുന്നത്. കണ്ടല്ലേ ഇവിടത്തെ സൂവിന് ഒരു ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാരും. ഓ അവരങ്ങ് അറ്റത്താണ് കേട്ടോ. ഇവിടെ ലെപ്പേർഡാണ് ഗൈസ്. അവര് തമ്മിലൊരു ഇവിടെ ലെപ്പേർഡ് ഉണ്ട്. അതിന്റെ പുറകിലത്തെ കൂട്ടില് സിംഹമുണ്ട്. ദോ വരുന്നു. എല്ലാരും ഇങ്ങനെ വന്നേ. എല്ലാവർക്കും സുവർണ അവസരമുണ്ട്. നിങ്ങൾക്ക് കടുവയാവാൻ ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നു. ആ പുലി ദാസൻ ചേട്ടൻ വാ ആദ്യം. സിംഹമായിരുന്നെങ്കിൽ ഞാൻ വന്നു. ഗർജിച്ചെന്ന് ട്രെയിനില് നീ പറഞ്ഞ ആരോ കൂർക്കം വലിച്ചെന്നോ ഈ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഇവിടെ പിള്ളേര് കൂടി ചെല്ലി അടി ഉണ്ടാക്കി ചെല്ലങ്ങോട്ട്. അത് രണ്ടുപേരും തല വെളിയിലിട്. ഇത് തല ഇടയിലാവൂ. ഈ പറമ്പല്ലേ തന്നോടാ. ഇനി അടുത്ത വളരെ ക്യൂട്ടായിട്ടുള്ളത് ഇതില്ലേ ഒരു ഫോട്ടോ ആയിട്ടുള്ള പുലിയാണ്. അല്ല നീട്ടം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണ അവരാ ഇത് പൊങ്ങണ്ടേ. ഉല്ലാസ് ഉല്ലാസ് കൊള്ളാടാ. മൊത്തത്തിൽ കയറുന്നു. ചിരിക്കാനല്ല അവർ അപ്പൊ ഗൈസ് നമ്മുടെ സൂ സന്ദർശനം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഈ നാടൻ കോഴികൾ മാത്രമേ ഇനിയുള്ള അവശേഷിക്കുന്നത്. കുറച്ച് മുട്ടക്കോഴികൾ. നല്ല ഇതായിരുന്നു അല്ലേ. നല്ല കൊള്ളായിരുന്നു. സഫാരിയും കാട്ടി കൊള്ളാന്ന് തോന്നുന്നു. ഭയങ്കര ബെറ്ററാണ്. ഭയങ്കര വലുതാണ്. എനിക്ക് അവര് നന്നായിട്ട് തന്നെ ഇതുണ്ടെന്ന് ട്രീറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല ആക്റ്റീവാണ്. നമുക്ക് വാക്കിനൊക്കെ നല്ലതാണ്. മൃഗങ്ങള് നല്ല ആക്റ്റീവും അടിയും പിടിയും നല്ല രസമുണ്ട്. കണ്ട സിംഹവാലൻ കുരങ്ങ്. ഒരെണ്ണം അങ്ങെത്തിക്കണം. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുണ്ടണി തന്നെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലതരം അനിമൽസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. സഫാരിക്ക് കൊണ്ടുപോയി നിങ്ങളെ പിന്നെ നമ്മുടെ ജനറൽ നോളജ് നിങ്ങൾക്ക് അറിവ് പകർന്നു എന്ന് വിചാരിക്കുന്നു. നന്ദിയൊന്നും വേണ്ട. കമന്റ് ബോക്സ് അങ്ങനെ നിറക്കരുത്. ഫുൾ മാർക്ക്. ഇവിടെ വെച്ച് നമ്മൾ ഈ അനിമൽസിന്റെ സെക്ഷൻ നിർത്തുകയാണ്. സെക്ഷൻ കഴിഞ്ഞു. അതെ, സഫാരി സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തിറങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. ബാക്കി എന്താണ് ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മളെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. H1 ഫൈനലി. നല്ലൊരു കെയർ ടേക്കർ അല്ലേ. ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ. ബഹുത്ത് ആറാം ആത്മി. അതെ അരുൺ ചേട്ടൻ എവിടെയോ പോയി ഗൈസ്. നല്ലൊരു സ്റ്റേ. ഇത് ഒരു വീടുണ്ടല്ലോ. അതെ, ഒരു കാട്ടിലാണെങ്കിൽ നല്ലൊരു സ്റ്റേ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരാൾ കിടക്കാം. ഇനി ഇവിടെ അടുക്കളയുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തിനാ ബാംഗ്ലൂരിലെ ഫുഡ് ഞാൻ കുക്ക് ചെയ്തിരുന്നില്ലേ? അതിന് ഇതുവരെ വരേണ്ട ആവശ്യമുണ്ടോ? ആ പറമ്പിലെങ്ങാനും പോയി കുക്ക് ചെയ്താ പോരെ. വാഷിംഗ് മെഷീൻ എന്തെങ്കിലും കഴിയണമെങ്കിൽ കഴിക്കാം. വളരെ വലിയൊരു റൂം. പിന്നെ ഒരു ജിയോയുടെ വൈഫൈ ഉണ്ട്. ഒരു പാസ് വന്നിട്ടുണ്ട്. എവിടും തുറന്ന ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നോക്ക്. ബാൽക്കണി എന്നുള്ള വ്യൂ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. ഒന്നുമില്ല. ഇനി അങ്ങോട്ട് പോകാം. ബാത്റൂം കുഴപ്പമില്ല. ബാത്റൂം ഗീസർ ഒക്കെ ഉണ്ട്. വലിയ ഗീസർ ഉണ്ട്. സെക്കൻഡ് റൂം കുറച്ച് ചെറുതാണ്. അപ്പൊ ഞാൻ അപ്പുറത്തെ റൂമിൽ ഇവിടെ ഉണ്ട്. AC ഇല്ലേ? AC ആവശ്യമില്ല ഇവിടെ. ഇത് AC ആണോ മിസ്സാക്കിയതാണ്. അല്ല AC സാധാരണ ഉണ്ടാവണമായിരിക്കും. അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആണ്. നമ്മൾ കാശൊന്നും നോക്കിയില്ല അല്ലേ. വാരി വിതറി. നമ്മളിന്ന് കുറെ അലഞ്ഞ് അല്ലേ. നല്ലോണം അലഞ്ഞ്. കാര്യം വന്ന ദിവസം തന്നെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ദിവസം തന്നെ നമ്മള് കുറെ ട്രാവൽ ചെയ്തു. കുറെ നടന്നു. ഇഷ്ടംപോലെ നടന്നു. കുറെ മൃഗങ്ങളെ കാണാൻ പറ്റി. പക്ഷെ നല്ല വേർത്തായിരുന്നു. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്ത ബ്ലോഗിൽ. ഇനി വേറൊരു സാധനമാണ്. ഇനിയാണ് സസ്പെൻസ്. ബാംഗ്ലൂരിന്റെ സോള് തൊടുന്ന ഒരു ബ്ലോഗായിരിക്കും.
ഇതൊന്നും അല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അടുത്തായിരിക്കും കിടക്കാം. മറ്റേ ഗേറ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. അരുണ് സംസാരിക്കുകയാണ്. 2 ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള സംവാദം. നമുക്കിത് കുറേ മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾക്ക് ഓൾഡ് സ്കൂൾ ബോയ്സ് യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് അരുൺ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ മാത്രമേ ഉള്ളൂ, വേറെ ഫ്രഞ്ചടിച്ച് പിരിവിട്ടിരിക്കുകയെ. ആനപ്പിണ്ടോക്കെ നിങ്ങൾ കാണും. ആലപ്പുഴ തൃശ്ശൂർ പൂരത്തിന് ഏതോ ടെലിഗ്രാം അക്കൗണ്ട് ആനപ്രേമി അത് നോക്കിയിട്ട് പറയണം. മയിലാവണോ? മയിലാവണമെങ്കിൽ അവിടെ നിന്നാ മതി. അത് കൺഫേം, അത് വേറെ പേരിൽ വരും. ഇപ്പം ഭയങ്കര ഇത് ഒരുപാട് പെറ്റി തരും. നീ നിനക്കൊരു വേണ്ട, പോയി പോയി. കമന്റ് ബോക്സ് നീ തൂക്കും. എന്തായാലും കമന്റ്സിൽ വരും. കമന്റ് ബോക്സ് നീ തൂക്കും.